ഈ ആന്റണി രാജു എന്നുള്ളത് നാളെ അണ്ടർവെയർ രാജു എന്നുള്ളൊരു പേര് ഈ സമൂഹത്തിൽ വീണാൻ അത്ഭുതപ്പെടാനല്ല. അത് അയാളുടെ തലമുറകളെ തന്നെ ബാധിക്കില്ലേ? അല്പം ലജ്ജ വേണ്ട ഇവനൊക്കെ. അപ്പോൾ പ്രൊഫഷണൽ ആൻഡ് അതർ മിസ്കണ്ടക്ട് എന്ന് പറയുന്ന ആ നിർവചനത്തിൽ കൃത്യമായി വരുന്ന ഒരു കുറ്റകൃത്യമാണ്, ഒരു കൃത്യമാണ് ഈ MLA ചെയ്തിരിക്കുന്നത്. ഇത് കോടതിയിൽ ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നേ. ന്യായാധിപന്മാരെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്, ഒരു വിഭാഗമാണ് അഭിഭാഷകർ എന്ന് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന രേഖകളും തൊണ്ടിമുതലുകളും ഒക്കെ സുരക്ഷിതമായിരിക്കണം. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ജഡ്ജിയുടെ മാത്രം പണിയൊന്നുമല്ല. ആ അഭിഭാഷക വൃത്തിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മന്ത്രി വരെ ആയിരുന്ന ഒരാളുടെ പ്രവൃത്തിയിലും ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ള ഈ കൃത്യം ഇരട്ടി ഗൗരവം അർഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം. തൊണ്ടിമുതൽ അട്ടിമറി കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിനെ കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷിച്ചത്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ആന്റണി രാജുവിന്റെ MLA സ്ഥാനവും നഷ്ടമായിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് തുടർന്ന് 6 വർഷത്തേക്ക് മത്സരിക്കുന്നതിനുള്ള അയോഗ്യതയും വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉയരുന്നത് ഒരു അഭിഭാഷകനായിരുന്ന, അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനായ ആന്റണി രാജുവിന് ഇത്തരത്തിൽ ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മുഴുവൻ നിയമ സംവിധാനങ്ങളോടുമുള്ള ഒരു വെല്ലുവിളിയല്ലേ? നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന നിയമവിദഗ്ധനും അഭിഭാഷകനുമായ MS അജയാണ്. നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ന്യായാധിപന്മാരെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്, ഒരു വിഭാഗമാണ് അഭിഭാഷകർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പാർഷ്യൽ ആൻഡ് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നിഷ്പക്ഷവും വളരെ ശക്തിയുള്ളതുമായ ഒരു നീതി നിർവഹണം എന്ന് പറയുന്നത് അഭിഭാഷകരുടെയും കൂടി ബാധ്യതയാണ്. അപ്പോൾ കോടതിയിലെ നടപടികൾ സുതാര്യമായിരിക്കണം. കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന രേഖകളും തൊണ്ടിമുതലുകളും ഒക്കെ സുരക്ഷിതമായിരിക്കണം. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ജഡ്ജിയുടെ മാത്രം പണിയൊന്നുമല്ല. മറിച്ച് അതേപോലെ തന്നെ അതേ ഉത്തരവാദിത്വം ഇരുവിഭാഗത്തിനുള്ള അഭിഭാഷകർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഭിഭാഷകർ ഓഫീസർ ഓഫ് ദി കോർട്ട് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ ഓഫീസർ ഓഫ് ദി കോർട്ട്. അതേ ഫൂട്ടിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കോടതിയുടെ പാവനത്വം നിലനിൽക്കണമെങ്കിൽ കോടതിയിൽ ബോധിപ്പിക്കപ്പെടുന്ന തെളിവുകളും അതിൻ്റെ നടത്തിപ്പുമൊക്കെ തന്നെ വളരെ കർക്കശമായിരിക്കണം, സ്ട്രിക്റ്റ് ആയിരിക്കണം, അതേസമയം സുതാര്യമായിരിക്കണം. അതിന് സമീപകാലത്തേറ്റ ഏറ്റവും വലിയ ഒരു ഭംഗമാണ്, ഒരു എന്താ പറയുക, അതിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറഞ്ഞ ആളുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അത് ഒരു കാരണവശാലും അതിനെ നമുക്ക് ലൈറ്റായിട്ട് കാണാൻ കഴിയില്ല, നിസ്സാരമായി കാണാൻ കഴിയില്ല. കർക്കശമായി തന്നെ നേരിടേണ്ടതാണ്. സെക്ഷൻ 35 അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്, തൊഴിൽപരമോ അല്ലാത്തതുമായ മിസ്കണ്ടക്റ്റിൽ വരുന്ന ഒരു കാര്യം ഒരു അഭിഭാഷകൻ ചെയ്താൽ ബാർ കൗൺസിലിന് യുക്തമായ നടപടികൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അത് സ്വമേധയാ എടുക്കാം, പരാതിയുടെ പുറത്തെടുക്കാം. ഇതിപ്പം വളരെ വ്യക്തമാണ്. ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, 3 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ആൻഡ് അതർ മിസ്കണ്ടക്ട് എന്ന് പറയുന്ന ആ നിർവചനത്തിൽ കൃത്യമായി വരുന്ന ഒരു കുറ്റകൃത്യമാണ്, ഒരു കൃത്യമാണ് ഈ MLA ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തെ നമുക്ക് ഇനി വേണമെങ്കിൽ അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിലക്കാൻ പോലും പറ്റുമെന്നാണ്? തീർച്ചയായിട്ടും വിലക്കാൻ പറ്റും. സസ്പെൻഡ് ചെയ്യാം, റിപ്രിമാൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ചെറിയ ശിക്ഷയാണ്. ഇത് അതിൽ നിൽക്കേണ്ട കേസല്ല. കാരണം ഇത് കോടതിയിൽ ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നേ. കോടതിയിൽ എത്തുന്ന ഒരു തൊണ്ടി മുതൽ, അതായത് അതൊക്കെ സാക്ഷി അതിൻ്റെ തെളിവുകളുടെ ഭാഗത്ത് വിടുന്നതല്ലേ. ഒരു തെളിവുകൾ സുരക്ഷിതമല്ല എന്ന് തോന്നുന്നൊരവസ്ഥ കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തും. കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ട, ഉയർത്തിപ്പിടിക്കേണ്ട ആരാണ്? അഭിഭാഷകരും കൂടിയാണ്. അഭിഭാഷകരാണ് പ്രധാനമായും അഭിഭാഷകർ. കാരണം ജഡ്ജിമാർ ഇന്നും ഒരു നാളെ 3 വർഷമാണ് ഒരു ജഡ്ജിയുടെ ഒരു സ്ഥലത്തെ കാലാവധി. പക്ഷേ നിരന്തരമായി അവിടെ ഉണ്ടായിരിക്കുന്ന അഭിഭാഷകരാണ് ഇത് ആ കോടതിയുടെ ഇത്തരത്തിലുള്ള മഹത്വം ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യതയുള്ളവർ. മാത്രമല്ല, സമീപകാലത്തായിട്ട് നാം കാണുന്ന ഒരു സംഭവമുണ്ട്, ഈ ക്രിമിനൽ വൽക്കരണം. അത് അഭിഭാഷക വൃത്തിയിൽ ബാധിച്ചിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ വളരെ എവിഡൻ്റായി ബാധിച്ചു. ഇപ്പോൾ നേരിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളുകൾ പൊളിറ്റിക്കൽ ലീഡേഴ്സായി മാറുകയാണ്. പണ്ടൊക്കെ അതിനൊരു മറയുണ്ടായിരുന്നു. ഇപ്പോൾ ബലാത്സംഗം ചെയ്യുന്നവനും ഗർഭചിത്രം ചെയ്യുന്നവനും കോടതിയുടെ തൊണ്ടി മുതൽ അണ്ടർവെയർ ചെറുതാക്കുന്നവനും കള്ളക്കടത്ത് നടത്തുന്നവനും കൊലപാതകം നടത്തുന്നവനും കൊട്ടേഷൻ കൊടുക്കുന്നവനൊക്കെ ഡയറക്റ്റ്ലി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വരിക എന്ന് പറയുന്ന വലിയൊരു സമൂഹത്തിന് വെല്ലുവിളിയായ ഒരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇയാൾക്ക് 2 ബാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇയാൾ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, മന്ത്രിയായിരുന്ന ഒരാളാണ്. 2, നമ്മൾ ബ്രിട്ടീഷുകാരുടെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്.
അത് നോബിൾ പ്രൊഫഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ വളരെ ഉദാത്തമായ ഒരു പ്രൊഫഷനാണ് ചെയ്യുന്നതാണ്. അതാണ് അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ആംഗ്ലിക്കൻ ലോയാണ് എപ്പോഴും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. അപ്പം ആ അഭിഭാഷക വൃത്തിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മന്ത്രി വരെ ആയിരുന്ന ഒരാളുടെ പ്രവൃത്തിയിലും ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ള ഈ കൃത്യം ഇരട്ടി ഗൗരവം അർഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മളെ കാണേണ്ട ഒരു കാര്യം, ലഹരി ഉപഭോഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടൊരു പ്രതിയുടെയാണ് ഇത്തരത്തിൽ. അപ്പൊ അതും അതിന്റെ ഒരു വലിയ വിഷയമല്ലേ? കാരണം സാധാരണ ഏതെങ്കിലും ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റി കേസോ അല്ല, ഒരു ലഹരിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേസിനകത്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. ലഹരി കേസാണ് ഈ സമൂഹത്തിൽ ഏറ്റവും, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മർഡർ കേസിനേക്കാൾ, അതിനെ കുറച്ച് കാണുന്നതല്ല കേട്ടോ, മർഡർ കേസിനേക്കാൾ ഗൗരവം അർഹിക്കുന്നതാണ് ഈ NDPS കേസുകൾ, അതായത് ലഹരി കേസ്. കാരണം ഒരു സമൂഹത്തെ, തലമുറയെ മൊത്തം നശിപ്പിക്കാൻ പര്യാപ്തമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ. അതുകൊണ്ടാണ് അത്രയും കർക്കശമായ ശിക്ഷ. ഒരുപക്ഷെ കൊലക്കേസിനേക്കാൾ വലിയ ശിക്ഷ കൊടുക്കുന്നത് ഈ ലഹരി കേസുകളിലാണ്. അപ്പം അത്തരം ശിക്ഷയിൽ ഏർപ്പെട്ട അതൊരു വിദേശ പൗരൻ, ഒരു ഓസ്ട്രേലിയക്കാരൻ, അയാളെ ഇവിടെ വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം മൂന്നാംകിട മാർഗങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് അവിടെ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു. ഒരു കൊലക്കേസ്. അപ്പോൾ ഇയാൾ നല്ല കയ്യിലിരിപ്പുള്ളവരല്ല. ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ കൊലക്കേസ് പോലും ഉണ്ടാവില്ല. എക്സാക്ട്ലി. എവിടെ ശിക്ഷിക്കപ്പെടുക ജയിലിലായിരുന്നെങ്കിൽ ആ ഒരു മർഡർ അവിടെ നടക്കാതെ പോയിരുന്നു. എല്ലാ ഭൂമിയുടെ എവിടെ നടന്ന് ഏത് കോണിൽ നടന്നാലും പിന്നെ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഇയാളുടെ പേര് ആന്റണി രാജു. ഇത്ര ആളുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊരു സ്വഭാവമുണ്ട്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ടാണ് പിന്നെ അയാളെ വിലയിരുത്തുന്നതും പേര് വിളിക്കുന്നു. ഇപ്പം ഈ ആന്റണി രാജു എന്നുള്ളത് നാളെ അണ്ടർവെയർ രാജു എന്നുള്ളൊരു പേര് ഈ സമൂഹത്തിൽ വീണാൻ അത്ഭുതപ്പെടാനല്ല, അങ്ങനെ വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ സമൂഹം അങ്ങനെ ചെയ്യാൻ പോകുന്നു. നമ്മുടെ അണ്ടർവെയർ രാജു പണ്ട് കൊലക്കേസ് മറ്റേ ആ കേസിൽ തെളിവ് നശിപ്പിച്ചവൻ, അത് അയാളുടെ തലമുറകളെ തന്നെ ബാധിക്കില്ലേ? അല്പം ലജ്ജ വേണ്ട ഇവനൊക്കെ. ലജ്ജയില്ലാത്തവരെ ലീഡർഷിപ്പിൽ ലജ്ജയില്ലാതെ നിലനിർത്തുന്ന ഒരവസ്ഥ ഈ വല്ലാത്ത രീതിയിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ അത് നമ്മുടെ സമൂഹത്തിന് മാതൃകയായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ശിക്ഷ പോരാന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്ന പ്രോസിക്യൂഷന് ശിക്ഷ പോരായ്മക്കെതിരെ അപ്പീൽ പോകുന്നുണ്ട് മനസ്സിലാക്കുന്നത്. ശിക്ഷ പോരാ, കാരണം അയാൾ സമൂഹത്തിന് മാതൃകയാക്കേണ്ട ആളാണ്. ഈ വാസ് എ പബ്ലിക് സെർവൻറ്റ്, ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ, ഈ ക്ലെയിംസ് ടു ബി എ പൊളിറ്റിക്കൽ ലീഡർ. അപ്പം മറ്റുള്ളവർക്ക് സമൂഹം ഉറ്റുനോക്കുന്ന ആളുകളുടെ പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ തന്നെ സമൂഹത്തെയും വരും തലമുറയെയും സ്വാധീനിക്കും. അപ്പോൾ ഏറ്റവും കർക്കശമായ ശിക്ഷ അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾ അന്ന് ചെയ്തത്. അതിനൊന്നും യാതൊരുവിധ ന്യായീകരണവും ഇല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോടതിയിലെ തെളിവുകളും ഫയലുകളും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുറച്ചുകൂടെ ഗൗരവമായിട്ടുണ്ട്. ഈ സമീപകാലത്ത് ഞാൻ 100% എനിക്കതിന് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല. ഏറെ വിവാദം സൃഷ്ടിച്ച നമ്മുടെ എറണാകുളത്തെ അഭിമന്യു കൊലക്കേസ്, അതിൻ്റെ ഫയല് ആ കോടതിയിൽ നിന്ന് മിസ്സിംഗ് ആണോ എന്ന് ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായി. എൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ആ ഫയല് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തായിട്ട് ഞാൻ വായിച്ചു. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണ്, അത് നിങ്ങളെപ്പോലെ പത്രക്കാരൻ അന്വേഷിച്ചുകൊണ്ട് പിടിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും എക്കാലത്തെയും വലിയ ഞെട്ടിപ്പിക്കുന്ന വാസ്തവമായിരിക്കും. അഭിമന്യു കൊലക്കേസിൻ്റെ ഫയല് തെളിവുകളടക്കം മിസ്സിംഗ് ആണ് എറണാകുളം ജില്ലാ കോടതിയിൽ എന്ന് പറയുകയും അത് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയും ആ ഫയൽ റീക്രിയേറ്റ് ചെയ്യൂ എന്ന് ഒരു കോടതി ഉത്തരവ് വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ വല്ലാതെ ബാധിക്കും. നിങ്ങളെപ്പോലുള്ള പത്രക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കാരണം ഒരു ഫയൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി, ഒരു എവിഡൻസ് വീണ്ടും നിർമ്മിക്കുന്നതോടുകൂടി ആ എവിഡൻസിൻ്റെ വാല്യൂ ഇല്ലാതാവും. കാരണം കൊലക്കത്തി വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, കുത്തിയ കത്തി വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതിന് ഉപോത്ഫലകമായ അന്ന് കണ്ടെടുത്ത കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ എന്തു ചെയ്യും? അപ്പം അങ്ങനെ അത് വളരെ കർക്കശമായിട്ട് ഈ ആന്റണി രാജു എന്ന് പറഞ്ഞവൻ്റെ ഈ കേസിനെ ഒരു മാതൃകയാക്കി കണ്ടുകൊണ്ട് കേരള ഹൈക്കോടതിയും മൊത്തം ജുഡീഷ്യൽ സിസ്റ്റവും കേരളത്തിലെ കോടതികളിലെ തെളിവുകൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള അടിയന്തര ഇടപെടൽ, അതിനുവേണ്ടി ഒരു കമ്മീഷനെ തന്നെ നിയമിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ആളുകൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിക്കണം. വെദർ ദ പ്രോപ്പർട്ടീസ്, വെദർ എവിഡൻസ് ആർ പ്രോപ്പർലി കെപ്റ്റ് ഇൻ ദ കോർട്ട്സ്, അത് ഉറപ്പുവരുത്താനുള്ള സിസ്റ്റം, ഒരു സംവിധാനം ഒരു ഹൈക്കോടതി ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഈ മുൻമന്ത്രിയായിരുന്ന ഇയാൾ ഒപ്പിച്ചു വെച്ചിട്ടുള്ള ഈ പണി.